ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് സൂറത്തു ഹജ്ജിൻ്റെ 4-ാമത്തെ ആയത്ത് വരെ പഠിച്ച് അവസാനിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 5-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. 5-ാമത്തെ ആയത്ത് കുറച്ച് വിശാലമായ ആയത്താണ്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ മുഴുവനും പരാമർശിക്കുന്ന ഒരായത്താണ് 5-ാമത്തെ ആയത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് ആയത്തൊന്ന് കേൾക്കാം. ആയത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്തോളി, കേട്ടോളി. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? ഓതണം. ഒരുപാട് തജ്വീദിന്റെ നിയമങ്ങൾ പരാമർശിക്കുന്ന ആയത്തും കൂടെയാണ്. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. യാ അയ്യുഹന്നാസ്. അവിടെ തജ്വീദിന്റെ നിയമം പറഞ്ഞാണ്. യാ അയ്യുഹന്നാസ് അല്ലേ? മദ്ദിന് ശേഷം ഹംസ്. നാസ്. അന്നാസിന്റെ അടുത്ത് എന്താ? ശദ്ദുള്ള
നൂന് മണിച്ചുകൊണ്ട് ഓതാനുള്ളതാണ്. പിന്നെ ഇൻകുന്തും സാക്കിനായ നൂന് മണിച്ചുകൊണ്ട് ഓതാനുള്ള. ഫീ റൈബിൻ മിനൽ ബഅസി ഉണ്ടോ, അവിടെയും മണിച്ചുകൊണ്ട് ഓതണം. റൈബിൻ മിനൽ ബഅസി. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, അവിടെയൊക്കെ എന്ത് ചെയ്യാനുള്ളതാണ്? മണിച്ചുകൊണ്ട് ഓതാനുള്ള. നമ്മൾ പഠിച്ച നിയമമായതുകൊണ്ടാണ് പറഞ്ഞു പോകണം കേട്ടോ. സുമ്മ ശദ്ദുള്ള മീമ് വന്നാൽ മണിക്കണം. മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്അത്തിൻ, ഒക്കെ ഒരേ നിയമങ്ങളാ. അവിടെ നമ്മൾ പഠിച്ച അതേ മുമ്പ് പറഞ്ഞ വിശദീകരിച്ച അതേ നിയമങ്ങൾ തൻവീനുകളുള്ളിടത്തൊക്കെ എന്ത് ചെയ്യണം? മണിക്കാനുള്ളതാ. പിന്നെ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന, അവിടെ എന്ത് ചെയ്യാനുള്ള? മുഖല്ലഖത്തിൻ ലിനുബയ്യിന എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാ? ആ തൻവീനിന് ശേഷം ലാമ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മുഖല്ലഖത്തിൻ ലിനുബയ്യിന ഉണ്ടോ, അവിടെ ഇൽഹാർ ചെയ്യണം എന്നാണ്, മണിക്കാൻ പാടില്ല. പിന്നെ ലക്കും എന്നുള്ള അടുത്തൊരു ജീമില്ലേ, എന്തിനുള്ള? ജായിസാണ്. പിന്നെ വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ ഉണ്ടോ, അവിടെയൊക്കെ മണിച്ചു കൊണ്ടുവരണം. സുമ്മ നുഖ്രിജുക്കും തിഫ്ലൻ സുമ്മ ലിതബ്ലുഗു, തബ്ലുഗു കഴിഞ്ഞിട്ട് അവിടെ നീട്ടാളാണ്. കാരണം എന്താ? ആ മദ്ദിന് ശേഷം അവിടെ ഹംസ വന്നിട്ടുണ്ട്. അശുദ്ധക്കും അല്ലേ? വമിൻകും മൻ യുതവഫ ഉണ്ടോ, മൻ യുതവഫ. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമുരി ലകൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت എന്നാണോ عليها الماء اهتزت എന്നാണോ? ഹംസത്തുൽ വസ്ലിനെ ഹംസത്തുൽ വസ്ലിന് അവിടെ ഉച്ചാരണല്ല. അപ്പൊ എങ്ങനെ ഓതണ്ട്? മാ ഇഹ്തസ്സത്ത് ഉണ്ടോ, മാ ഇഹ്തസ്സത്ത് എന്ന് പറയരുത്. പിന്നെ ഹംസ ആയിരിക്കണം, സുക്കൂൻ ചെയ്തുകൊണ്ട് ഹംസ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. വറബത്ത് വ അംബത്തത്, അവിടെ എന്താ? ഒരു മീമുണ്ടല്ലോ, ആ മീം എന്താ? ആ നൂനിനെ മീമാക്കി മണിച്ചു മറച്ചു ഓതണം. അപ്പൊ എങ്ങനെ ഓതാ? വ അൻബത്തത്ത് എന്ന് പറയില്ല, വ അംബത്തത് എന്നാണ് പറയാ. മനസ്സിലായോ? അതിനാണ് മീം, ഇഖ്ലാബിന്റെ മീം എന്നാണ് ഇതിന് പറയാം. മിൻ കുല്ലി സൗജിൻ ബഹീജ് അല്ലേ? ലാസ്റ്റ് ജീമുണ്ട്. എന്താ? ജീമ് കുത്തുബ് ജദ്ദിന്റെ ജീമാണ്, അതുകൊണ്ട് ഇൽഹാർ ചെയ്യണം വഖഫ് ചെയ്യുമ്പോ. അപ്പൊ സൗജിൻ ബഹീജ് എന്ന് ഓതാൻ പാടില്ല. സൗജിൻ ബഹീജ് ഉണ്ടോ? ഒരേട്ടും കൂടെ നിങ്ങൾ കേൾക്ക്, എന്നിട്ട് ശരിക്കത് അതിന്റെ കൂടെ തന്നെ പാരായണം ചെയ്യൂട്ടോ. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر
لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ ഇത് ആവർത്തിച്ച് ഓതിയാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അർത്ഥം കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ കൂടുതൽ മനസ്സിലാവും. യാ അയ്യുഹന്നാസ് നമ്മൾ പഠിച്ചതാണ്. എന്താ അർത്ഥം? ഏ മനുഷ്യരെ, ഓ ജനങ്ങളെ. ഇൻ കുന്തും, കാന യകൂനു, അതിനാണ് കുന്തുന്നുണ്ടായത്. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ. എന്താണെങ്കിൽ? ഫീ റൈബിൻ, റൈബ് എന്ന് പറഞ്ഞാൽ സംശയം. ഫീ റൈബിൻ എന്ന് പറഞ്ഞാൽ സംശയത്തിലാണെങ്കിൽ, നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ. മിനൽ ബഅസി, എന്തിനെക്കുറിച്ച്? ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ജീവിതത്തെപ്പറ്റി, അതായത് രണ്ടാമത്തെ ജീവിതത്തെപ്പറ്റി, മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ട് എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ജനങ്ങളെ, അല്ലാഹ് പറയാണ്. മനസ്സിലായോ? ബഅസ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ്, രണ്ടാമത്തെ ജീവിതം. റൈബ് എന്ന് പറഞ്ഞാൽ സംശയം. അങ്ങനെ ഉണ്ടെങ്കിൽ ഫഇന്നാ, എന്നാൽ നിശ്ചയമായും നാം, ഖലഖ്നാകും, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. അതിന്റെ മുലാരി എന്താ? യഖ്ലുഖു, ഖലഖ യഖ്ലുഖു. ഖാലിഖ് എന്ന് പറഞ്ഞാൽ ആരാ? സൃഷ്ടാവാണ്, എല്ലാം സൃഷ്ടിച്ചവനാണ് ഖാലിഖ്. മനസ്സിലായോ? ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, സൃഷ്ടിയാണ്. അപ്പൊ ഖലഖ്നാകും, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ മണ്ണിനാൽ. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ്, കളിമണ്ണിനാണ് ശരിക്കും തുറാബ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഖലഖ്നാകും മിൻ തുറാബ്, നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. ശരിക്കും മനസ്സിലാക്കിയോളെ, ഒന്നാമത്തെ ഘട്ടാണത്. ഒന്നാമത്തെ ഖുർആന്റെ പ്രയോഗം 7 കാര്യങ്ങളോളം ഇതിൽ പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണിത്. മിൻ തുറാബ്, മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാ? മിൻ തുറാബിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ്. സുമ്മ, പിന്നീട്, മിൻ നുതുഫത്തിൻ, നുതുഫ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തുള്ളിക്കാണ് എന്തെന്ന് പറയാ? നുതുഫ എന്ന് പറയാം. സുമ്മ മിൻ നുതുഫത്തിൻ, പിന്നെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും. ആദ്യം മിൻ തുറാബ്, പിന്നെ മിൻ നുതുഫ, പിന്നെന്താ പറഞ്ഞ്? സുമ്മ മിൻ അലഖത്തിൻ. എന്താ അലഖ എന്ന് പറഞ്ഞാൽ? രക്തപിണ്ഡം, അല്ലെങ്കിൽ അള്ളിപ്പിടിക്കുന്ന വസ്തു. അട്ട എന്നാണ് ശരിക്കും. അട്ടക്ക് ശരിക്കും അലക്ക് എന്നാ പറയാം. അട്ടനെ കണ്ടില്ല? അട്ട ഇങ്ങനെ കാൽമ കടിച്ച് തൂങ്ങി നിൽക്കുന്നുണ്ടില്ലേ, രക്തം കുടിച്ചിട്ട്? ആ രൂപമാണ് പിന്നീട്. സുമ്മ മിൻ അലഖത്തിൻ, പിന്നെ രക്തപിണ്ഡത്തിൽ നിന്ന്, അല്ലെങ്കിൽ അള്ളിപ്പിടിക്കുന്നതിൽ നിന്ന്. സുമ്മ, പിന്നീട്, മിൻ മുൽഅത്തിൻ, മാംസപിണ്ഡത്തിൽ നിന്ന്. മുൽഅ എന്ന് പറഞ്ഞാൽ മാംസപിണ്ഡം. അപ്പൊ എത്രണ്ണായി? 1 മിൻ തുറാബ്, 2 മിൻ നുതുഫ, 3 മിൻ അലഖ, 4 മിൻ മുൽഅ. സുമ്മ മിൻ മുൽഅ, പിന്നെ മാംസപിണ്ഡത്തിൽ നിന്ന്. മുഖല്ലഖത്തിൻ, മുഖല്ലഖത്ത് എന്ന് പറഞ്ഞാൽ രൂപം നൽകപ്പെട്ടതായ. വഗൈരി മുഖല്ലഖത്തിൻ, രൂപം നൽകപ്പെടാത്തതുമായ. അതതിന്റെ വിശേഷണമാണ്. ലിനുബയ്യിന ലക്കും, ബയ്യന യുബയ്യിനു എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വ്യക്തമാക്കി കൊടുക്കുക. ലിനുബയ്യിന എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുവാൻ വേണ്ടി, വ്യക്തമാക്കി തരാൻ വേണ്ടി, അല്ലെങ്കിൽ വിശദീകരിക്കാൻ വേണ്ടി, സ്പഷ്ടമാക്കാൻ വേണ്ടി. ആർക്ക്? ലക്കും, നിങ്ങൾക്ക്.
വനുഖിറു. നുഖിറു എന്ന് പറഞ്ഞാൽ നാം താമസിപ്പിക്കുന്നു എന്നാണ്. നുഖിറു, അഖറ യുഖിറു എന്നാണ് നുഖിറു ഉണ്ടായത്. താമസിപ്പിക്കുക, എടുത്തു വെക്കുക എന്നൊക്കെ പറയാം. ഫിൽ അർഹാം, എവിടെ? അർഹാം എന്ന് പറഞ്ഞാൽ, റഹിം എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭപാത്രം. റഹിമ എന്ന് പറഞ്ഞാൽ എന്താ? റഹിമ കുടുംബബന്ധം, റഹ്മത്ത് കാരുണ്യം. അർത്ഥത്തിൽ വ്യത്യാസം നോക്കി നിങ്ങൾ. ഒക്കെ കെസറിൻ്റെയും സുക്കൂനിൻ്റെയും നസ്ബിൻ്റെയും മാറ്റേ ഉള്ളൂ. അർത്ഥത്തിലുള്ള വരുന്ന വ്യത്യാസം നോക്കി നിങ്ങൾ. എത്ര വിശാലാണ് അല്ലേ? അതാണ് അറബിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നിങ്ങൾ മഹ്റജ് അനുസരിച്ചേ ഖുർആൻ ഓതാവൂ എന്ന് ഖാരിഈങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, അള്ളാൻ്റെ റസൂല് പറഞ്ഞെന്ന്. അതുകൊണ്ടാണ് ഹുറൂഫുൽ ഹിജാഹിയ അറബി അക്ഷരങ്ങളാകെ എത്രയാണുള്ളത്? 28 അക്ഷരങ്ങളാണുള്ളത്. ആ 28 അക്ഷരങ്ങളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഉത്ഭവ സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ അത് ഉച്ചരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം പരിശീലിക്കണം. ഓരോ അക്ഷരങ്ങൾക്കും ശബ്ദോ അല്ലെങ്കിൽ സുക്കൂനോ നൽകുക. അപ്പോൾ ആ അക്ഷരത്തിൻ്റെ ഉത്ഭവസ്ഥാനം തിരിച്ചറിയാൻ കഴിയും. ഉദാഹരണത്തിന് മാ എന്ന മീമിന് അതിൻ്റെ ഉത്ഭവസ്ഥാനം ഒന്ന് കണ്ടെത്തി നോക്ക്. ഒന്നെങ്കിൽ സുക്കൂന് കൊടുക്കുക അല്ലെങ്കിൽ ശബ്ദ് കൊടുക്കുക. ഒന്ന് പറഞ്ഞു നോക്ക്. മ, മ എവിടുന്നാ? 2 ചുണ്ടുകൾ കൊണ്ട് അല്ലേ? മ, മ. ബാ പറഞ്ഞു നോക്ക് നിങ്ങൾ. ഭ, ഭ ഉണ്ടോ? 2 ചുണ്ടുകൾ കൊണ്ട്. അതായത് മഹ്റജ് കണ്ടെത്താൻ ഓരോ ഏത് അക്ഷരത്തിൻ്റെ മഹ്റജാണോ മനസ്സിലാക്കേണ്ടത് ആ അക്ഷരത്തിന് നമ്മൾ എന്ത് ചെയ്യുക? സുക്കൂന് കൊടുക്കുക അല്ലെങ്കിൽ ശബ്ദ് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ 28 അക്ഷരങ്ങളുടെയും ഉത്ഭവസ്ഥാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓരോന്നിൻ്റെയും ഥ, ഥ ഉണ്ടോ? ഥ, ഥ ഇങ്ങനെ ഓരോന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 28 അക്ഷരങ്ങളുടെയും ഉത്ഭവസ്ഥാനങ്ങൾ കണ്ടെത്താൻ പറ്റും. നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കേണ്ടി. ഓരോ അക്ഷരങ്ങൾ ഒരു 2-3 തവണയൊക്കെ പറയേണ്ടി വരും. അപ്പോഴായിരിക്കും നമ്മൾ എവിടുന്നപ്പോൾ ഇത് വരുന്നതെന്നുള്ളത് മനസ്സിലാവുക. ചിലപ്പോൾ നാവിൻ്റെ ഈ അറ്റം, അതുപോലെ തന്നെ മുൻപല്ലിൻ്റെ ആ അറ്റവും മേലത്തെ പല്ലിൻ്റെ അറ്റവും എന്ത് ചെയ്യുന്നുണ്ട്? കുറേ അക്ഷരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമ്മളെ അണ്ണാക്കിൽ അല്ലേ? അണ്ണാക്കിന്ന് വരുന്നുണ്ട്. അതേപോലെ ഈ തൊണ്ടേൻ്റെയും വായുടെയും ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അലിഫ്, വാവ്, യാ ഒക്കെ വരുന്നത്, അതായത് നീട്ടാനുള്ള ദീർഘിപ്പിക്കാനുള്ളതൊക്കെ വരുന്നത് എവിടുന്നാ? തൊണ്ടയുടെ ഈ വായുടെ മധ്യഭാഗത്ത് നിന്നാണ്. ആ, ഉണ്ടോ? ഓരോന്നും അങ്ങനെ നമുക്ക് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെന്ത് ചെയ്യുക? അത് പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് ഓരോ അക്ഷരങ്ങളും ഇപ്പം ഇവിടെ തന്നെ നോക്കുങ്ങൾ. നുഖിറു, ഖാഫ്, അത് നുഖിറു എന്ന് ഓതിയ അർത്ഥത്തിൽ വലിയ മാറ്റാണ്. ഓരോ അക്ഷരങ്ങളും ഇപ്പോൾ ഫിൽ അർഹാം, ഹാ തന്നെ ഉച്ചരിക്കണം. ഹാ തന്നെ ഉച്ചരിക്കണം. പല ആൾക്കാരും ഓതുമ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്ന, പക്ഷെ അതിലൊക്കെ അർത്ഥത്തിൽ ഭയങ്കര വ്യത്യാസം വരും. ഒരു പുള്ളി മാറിയാൽ പോലും എന്താണ്? അറബി അക്ഷരങ്ങളുടെ പ്രത്യേകത അതാ. മറ്റക്ഷരങ്ങളെ പോലെയല്ല. അറബി അക്ഷരത്തിൽ ഒരു പുള്ളി അല്ലെങ്കിൽ ഒരു ഉച്ചാരണം മാറിയാൽ അർത്ഥത്തിൽ ഭയങ്കരമായ വ്യത്യാസം വരും. ഒരുപാട് കൊല്ലം ഖുർആൻ പഠിച്ചിട്ടും അതിൻ്റെ മഹ്റജ് അറിയില്ലെങ്കിൽ പിന്നെ എന്താ അപ്പം അതിൻ്റെ അർത്ഥങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? എന്തിരിക്കും നമ്മളവസ്ഥ? അതുകൊണ്ട് മഹ്റജ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. ആ മഹ്റജ് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴിയാണെന്ത്? ആ ഓരോ അക്ഷരത്തിനും എന്ത് ചെയ്യുക? ശബ്ദ് കൊടുക്കുക അല്ലെങ്കിൽ സുക്കൂന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. പക്ഷെ അതെന്ത് ചെയ്യണം? ആവർത്തിച്ച് ശീലിച്ച് കൊണ്ടേയിരിക്കണം. അപ്പോഴേ അതങ്ങനെ എന്ത് ചെയ്യുള്ളൂ? ശീലിക്കുള്ളൂ. ഇല്ലേ എല്ലാം ഒരേ സ്ഥലത്ത് നിന്ന് ഏകാരം വരിക നമ്മളത്. മനസ്സിലാണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പം ലിനുബയ്യിന, നാം വ്യക്തമാക്കി തരാൻ വേണ്ടി, ലക്കും നിങ്ങൾക്ക്, വനുഖിറു എന്നിട്ട് നാം താമസിപ്പിക്കുന്നു, ഫിൽ അർഹാമി ഗർഭാശയങ്ങളിൽ. അർഹാം എന്നാ പറഞ്ഞത്, ജമ്മാണ് ഗർഭാശയങ്ങൾ. മാ നശാഉ നാം ഉദ്ദേശിക്കുന്നതിനെ,
അതായത് നശാഉ എന്ന് പറഞ്ഞാൽ ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാ. ഇൻഷാ അല്ലാ നമ്മൾ പറയണല്ലേ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലേ. ദഹബല്ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാ. നോമ്പെടുത്ത് ദാഹം ശമിച്ചു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി ആ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഉണ്ടോ? അള്ളാഹുൽ പങ്കു ചേർക്കുന്നത് പൊറുക്കൂല, എന്നാൽ അല്ലാത്ത പാപങ്ങളെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അതാണ് ഷാ. അതന്നെയാണ് ഇവിടെയും. മാ നശാഉ, നാം ഉദ്ദേശിക്കുന്നതിനെ എവിടെ താമസിപ്പിക്കുന്നു? ഫിൽ അർഹാമി, ഗർഭാശയത്തിൽ നമ്മൾ താമസിപ്പിക്കുന്നു. എന്തുവരെ? ഇലാ അജലിൻ. അജൽ എന്ന് പറഞ്ഞാൽ അവധി എന്നാണ്. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ്. ഒറ്റക്ക് പറയുമ്പോൾ അർത്ഥം കിട്ടാത്തതാണ് എന്ത്? ഇല എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞില്ലേ? ഉണ്ട് അല്ലേ? നിങ്ങൾ പറഞ്ഞില്ല എന്നാൽ 18 ഇമ്പോഷൻ എഴുതിപ്പിക്കും ഞാൻ ഇപ്പോൾ. ഇല അജലിൻ, അതെന്താ? ഹുറൂഫുൽ ജറാണ്. കണ്ടോ നിങ്ങൾ? ഇല വന്നുകൊണ്ടാണ് അജലിൻ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അജലൻ അജലുൻ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇല വന്നുകൊണ്ടാ. അപ്പൊ ഇലാ അജലിൻ, ഒരു അവധി വരെ എന്ത് ചെയ്യും? ഗർഭാശയത്തില് അർഹാമില് അള്ളാഹുവിന്റെയും നിക്ഷേപിക്കും. മുസമ്മ, നിർണയിക്കപ്പെട്ട. മുസമ്മ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട ഒരു അവധി വരെ, ഒരു സമയമുണ്ട്. ആ സമയം വരെ എന്ത് ചെയ്യും? ഗർഭാശയത്തിൽ അള്ളാഹു അതിനെ സ്ഥാപിക്കും, നിക്ഷേപിക്കും. സുമ്മ, പിന്നീട് നുഖരിജുക്കും. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ്. ഖറജ യഖുറുജു എന്നാണ് അതിന്റെ മുലാരി. ഖറജ യഖുറുജു. ഉഖ്രിജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയല്ലേ ഉഖ്രിജ് യാ അദുവല്ലാഹ്. ഹദീസിലുള്ള കാര്യമാണ്. പാമ്പിനൊന്നും കണ്ടാൽ പെട്ടെന്ന് അടിക്കാൻ പാടില്ല. ഉഖ്രിജ് യാ അദുവല്ലാഹ് എന്ന് 3 വട്ടം പറയണം. എവിടെ കണ്ടാൽ? പാമ്പ് വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ കണ്ടാൽ. ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് പാമ്പ് ഇത് കയറ്റിയാൽ ചിലപ്പോൾ അവിടെയൊക്കെ സാധ്യത ഉള്ളതാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ, റൂമിൽ, ഓഫീസിലൊക്കെ വരാനൊന്നും ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലത്തൊരു പാമ്പിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പെട്ടെന്ന് അടിച്ചു കൊല്ലാൻ പാടില്ല. ഉഖ്രിജ് യാ അദുവല്ലാഹ് എന്ന് 3 വട്ടം പറയണം. ഹദീസിലുള്ളതാ. അള്ളാഹുവിൻ്റെ ശത്രു നീ പോ എന്ന് 3 വട്ടം പറയണമെന്ന്. കാരണം ശൈത്താൻ എന്ത് ചെയ്യും? പല രൂപത്തിലും കോലം മാറിയിട്ട് വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓർപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ആ സുന്നത്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? പാലിക്കണമെന്ന്. ഉഖ്രിജ് യാ അദുവല്ലാഹ് എന്ന് പറയണമെന്ന്. ഉഖ്റുജ് എന്നും പറയാം. നീ പുറത്തു പോക്. അള്ളാഹിൻ്റെ ശത്രുവാണെങ്കിൽ പുറത്തു പോകുന്നതാണ്. പെട്ടെന്ന് അടിച്ചു കൊല്ലരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ശത്രുവിൽ നിന്നുള്ള ഉപദ്രവം നമുക്ക് കേൾക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള അവിടെ ഒരു പരിഹാരം പഠിപ്പിച്ചെന്ന്. ശൈത്താന്റെ ഉപദ്രവം മാറിക്കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ പറഞ്ഞില്ലേ? നിസ്കാരത്തിൽ പോലും പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ നിങ്ങൾക്ക് വസ്വാസ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇടത് ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് തുപ്പണമെന്ന് പറഞ്ഞില്ലേ? തുപ്പൽ തെറിക്കാത്ത രൂപത്തിൽ. അത് നിസ്കാരത്തിലാണ്. കാരണം അത്രയും ഉപദ്രവങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നാ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ആ രൂപത്തിൽ കാണുക, ആ രൂപത്തിൽ എന്ത് ചെയ്യുക? പ്രതികരിക്കും. ഇനിയിപ്പോൾ ഒരു തോട്ടത്തിലൊക്കെ കണ്ടിട്ട് ഉഖ്രിജ് യാ അദുവല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട. അതിനെ ഞാൻ ആദ്യത്തിൽ തന്നെ പറഞ്ഞത്, കാണാൻ സാധ്യത ഇല്ലാത്തൊരു സ്ഥലത്ത് പ്രതീക്ഷിക്കാതെ നമ്മൾ കണ്ടാൽ എന്ത് ചെയ്യണം? ഉഖ്രിജ് യാ അദുവല്ലാഹ് എന്ന് പറയണമെന്ന് സ്വഹീഹായ ഹദീസിലുള്ള ഒരു കാര്യമാണ്. പറഞ്ഞേ ഉള്ളൂ. നുഖ്രിജുക്കും, നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരുന്ന. അതായത് ഖറജ പുറത്തു കൊണ്ടുവരിക, യഖ്റുജു എന്നുണ്ടായതാണ്. അതിനാണ് നുഖ്രിജ് ഉണ്ടായത്. തിഫ്ലൻ, എങ്ങനെ പുറത്തു കൊണ്ടുവരിക? ശിശുവായിട്ട്. തിഫ്ൽ എന്ന് പറഞ്ഞാൽ കുട്ടി, ചെറിയ കുട്ടി. അതിനാണ് തിഫ്ൽ എന്ന് പറയാം. ശിശുവായി നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് വരെ, ഒരു നിർണയിക്കപ്പെട്ട അവധി വരെയാണ് നിങ്ങൾ അർഹാമിൽ എന്ത് ചെയ്യുക?
നിങ്ങളെ നാം താമസിപ്പിക്കുക എന്നർത്ഥം. എന്നിട്ടോ സുമ്മ പിന്നീട് ലിതബ്ലുഹു നിങ്ങൾ എത്തുന്നത് വരെയും ബലാഗത്ത് എന്നൊക്കെ പറഞ്ഞാൽ എത്തിക്കുക എന്ന്. തബ്ലീഗ് നീട്ടില്ല നിങ്ങൾ. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തിക്കുന്നവർ എന്നാണ്, ദഅവത്ത് നടത്തുന്നവർ, മുബല്ലിഗ്. അതിനാണ് ഈ തബ്ലഗു എന്നുണ്ടായത്. ബല്ലിഗു അന്നി വലൗ ആയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ലക്ഷക്കണക്കിന് സ്വഹാബികളെ സാക്ഷി നിർത്തിയിട്ട് അള്ളാന്റെ റസൂല് ദീനിനെ പൂർത്തീകരിച്ചുകൊണ്ട് അറഫയുടെ മണ്ണിൽ വെച്ചിട്ട് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അവസാന റസൂലുള്ള പറയാ, ബല്ലിഗു അന്നി വലൗ ആയത്തൻ, ഒരായത്താണ് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടതെങ്കിൽ അതെന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതാണ് ബലാഗ്, എത്തിച്ചു കൊടുക്കുക. അതാണ് ലിതബ്ലുഹു, നിങ്ങൾ എത്തുന്നത് വരെയും, അല്ലെങ്കിൽ നിങ്ങൾ എത്തുവാൻ വേണ്ടിയും. എവിടെത്താൻ? അശുദ്ധക്കും. ഷദീദ് എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ് അർത്ഥം. ഷദീദ് ഖുവ്വത്തുണ്ടാവുക, ശക്തി ഉണ്ടാവുക, അതിനാണ് ഷദീദ് പറയാം. ലൈസ ഷദീദു ബിസുർഅതി ഇന്നമ ഷദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ് എന്ന് റസൂലുള്ള പറഞ്ഞൊരു ഹദീസാണത്. എന്താ അതിൻ്റെ അർത്ഥം? ലൈസ ഷദീദു ബിസുർഅത്ത്, മൽപ്പിടുത്തം നടത്തുമ്പേ മല്ലനായിട്ടുള്ളവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നത്. ഒരാളെ അടിച്ച് അമർത്തലല്ല ശക്തി എന്ന് പറയുന്നത്. പിന്നെ ആ ഘട്ടത്തിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ഒരാളെ നന്നായിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു കാണ്ടേ ഞാൻ ഇപ്പം ക്ഷമിച്ചില്ലെങ്കിൽ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ആ പൊട്ടിക്കണതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റണം? ക്ഷമിക്കാൻ പറ്റണം. മനസ്സിലായോ? അവനാണ് യഥാർത്ഥ ഖുവ്വത്ത് എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഷദീദ് എന്ന് പറഞ്ഞാൽ. അതിനാണ് അശദ്ദ എന്നുണ്ടായത്. അശുദ്ധക്കും, നിങ്ങളുടെ പൂർണ്ണദശ, അതായത് നിങ്ങളുടെ ഏറ്റവും ശക്തിയായ അവസ്ഥ, നല്ല ശക്തമായ ഉറപ്പുള്ള നല്ല ഖുവ്വത്തുള്ള ആ സമയം. വമിൻകും, നിങ്ങളിലുണ്ട്, മൻ യുതവഫ, മരണമടയുന്നവരുണ്ട്. വമിൻകും, നിങ്ങൾ നല്ല ശക്തമായ ഖുവ്വത്തായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നീട് മൻ യുതവഫ, നിങ്ങളിൽ മരിക്കുന്നവരുണ്ട്. വമിൻകും, അതുപോലെ തന്നെ നിങ്ങളിലുണ്ട്, മൻ യുറദ്ദു, എന്താ? ഒഴിവാക്കി വിടുന്നവര്. മനസ്സിലായോ? റദ്ദ യറുദ്ദ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിടുക എന്നാണ്. കേൾക്കുന്നുണ്ടോ? മൻ യുറദ്ദു, ഒഴിവാക്കി വിടുന്നവരുണ്ട്, ആക്കപ്പെടുന്നവർ എന്നും പറയാം. ഇലാ അർദലിൽ ഉമുരി, ഇലാ അർദലിൽ ഉമുരി, ആയുഷിന്റെ ഏറ്റവും ദുർബലാവസ്ഥ വരെ, ഏറ്റവും താഴ്ന്ന നിലവാരം എന്ന് പറഞ്ഞാല് അങ്ങേയറ്റത്തെ അവസ്ഥ വരെ നീട്ടിവിടുന്നവരും ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായുണ്ടോ? യൈമെന്നാ പോകുന്നത്. ഇപ്പം നമ്മള് മിൻതുറാബുമെന്നാ പോകുന്നത് കേട്ടോ, അത് മറക്കരുത്. ആ മിൻതുറാബുമെന്നാ വന്ന് എന്നിട്ട് എവിടെ എത്തി? ഇലാ ആർദലിൽ ഊമുരി, ആയുഷിന്റെ അങ്ങേയറ്റത്തെ ദുർബലമായ അവസ്ഥ വരെ നീട്ടി വിടുന്നവരുണ്ട് എന്ന് പറഞ്ഞാല് വാർദ്ധക്യാവസ്ഥ വരെ, അതിൻ്റെ അപ്പുറത്തേക്ക് സ്വന്തമായി എഴുന്നേൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ വരെ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നീട്ടിവിടുന്നുണ്ട്. മയ്യറുദ്ദു, അവൻ മടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്. ലിക്കൈലാ യഅലമ, എന്തിനു വേണ്ടിയാ? അവൻ അറിയാതിരിക്കുവാൻ, മിൻ ബഅദി ഇൽമിൻ, അറിവ് ഉണ്ടായതിന് ശേഷം. ഷൈഅൻ, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഷൈഅൻ എന്ന് പറഞ്ഞാൽ യാതൊന്നും. വതറ, നിനക്ക് കാണാം, അല്ലെങ്കിൽ നീ കാണുന്നു. അൽ അർള, ഭൂമിയെ. ഹാമിദൻ, ഹാമിദ് എന്ന് പറഞ്ഞാൽ എന്താ? വിരണ്ടതായി എന്ന് പറഞ്ഞാൽ, വരണ്ടതായി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലാത്ത ഒരവസ്ഥ, അടങ്ങിക്കിടക്കുന്നതായിട്ട് ഹാമിദ്. ഫഇദാ അൻസൽനാ, അതാണിപ്പത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫഇദാ അൻസൽനാ, എന്നിട്ട് നാം ഇറക്കിയാൽ, അലൈഹ, ആ ഭൂമിയുടെ മേൽ, അൽമാ, ആ വെള്ളം അല്ലെങ്കിൽ മഴ, ഇഹ്തസ്സത്ത്, അതെന്താകും? ഇളകി മറിയുന്ന. ഇഹ്തസ്സ എന്ന് പറഞ്ഞാൽ
അതിന്നിങ്ങോട്ട് പൊട്ടിപ്പിളർന്നു വരും എന്നർത്ഥം. ഇഹ്തസ്സത്ത് വറബത്ത്, അതുപോലെ തന്നെ അത് ചീർക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പൊന്തുകയും ചെയ്യുന്നു. വ അംബത്തത്ത്, എന്നിട്ട് അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ മുളപ്പിക്കുകയും ചെയ്യുന്നു. മിൻ കുല്ലി സൗജിൻ, എല്ലാ ഇണകളെയും, ബഹീജ്, കൗതുകമായിട്ട്, അല്ലെങ്കിൽ അഴകുള്ള നല്ല മനോഹരമായ എല്ലാ ഇണകളെയും അതെന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ഇതാണ് ആയത്ത്. അപ്പൊ ആദ്യത്തിൽ എന്താ പറഞ്ഞത്? ജനങ്ങളെ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, എന്തിന്റെ വിഷയത്തിൽ? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, എന്ത് കാര്യത്തിൽ? ഫീ റൈബിൻ, വല്ല സംശയത്തിലും ആണെങ്കിൽ നിങ്ങൾ എന്തിന്റെ കാര്യത്തിൽ? മിനൽ ബാസി, അവിടെയാണ് പോയിന്റ്. എന്തിലാ സംശയം? ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള്, ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം. അതായത് മനുഷ്യൻ ജനിച്ചു വളർന്ന് ജീവിച്ച് മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമുണ്ടെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്ന പരലോക ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും നിഷേധിക്കുന്ന നിഷേധികളുടെ മുമ്പിൽ അള്ളാഹു ഒരു യാഥാർത്ഥ്യം കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ. അതാണ് പറഞ്ഞത്, നിങ്ങൾ അന്ത്യദിനത്തിന്റെ വിഷയത്തിൽ, സാഅത്തിന്റെ വിഷയത്തിൽ, അന്ത്യനാളിന്റെ വിഷയത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ജനങ്ങളെ, ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ നാം നിശ്ചയമായിട്ടും മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന്, മണ്ണിൽ നിന്നുള്ള സൃഷ്ടിച്ചു. സുമ്മ മിൻ നുത്ഫ, പിന്നെ ഇന്ദ്രിയത്തുള്ളിയാക്കി. സുമ്മ മിൻ അലക, പിന്നെ രക്തപിണ്ഡത്തിൽ നിന്ന്. പിന്നെ സുമ്മ മിൻ മുദ്അ, മാംസപിണ്ഡത്തിൽ നിന്ന്. മുഖല്ലക, രൂപം നൽകപ്പെട്ടു. എന്നിട്ടതിന് മനസ്സിലായോ? തുറാബ്, അതുപോലെ നുത്ഫ, അലക, മുദ്അ, 4 ഘട്ടങ്ങൾ അവിടെ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടെന്താണ്? രൂപമുണ്ടാക്കി. രൂപം നൽകപ്പെടാത്തതുമായ എന്ന് പറഞ്ഞു. എന്താ രൂപം നൽകപ്പെടാത്തതുമായ എന്ന് പറയാൻ കാരണം? ചിലപ്പം അലക്കത്തിൽ എന്ത് ചെയ്യും? അലസിപ്പോകും, അല്ലെങ്കിൽ മുളയിൽ അലസിപ്പോകും ഗർഭം. മനസ്സിലായിട്ടോ? അപ്പൊ രൂപമായിട്ടുണ്ടാവില്ല. ഈ 4 ഘട്ടം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുഖല്ലഖത്തിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടോ? രൂപം നൽകപ്പെടുന്നത് ആ 4 ഘട്ടം കഴിഞ്ഞിട്ടാണ്. പിന്നെ ലിനുബയ്യിന ലക്കും, എന്നിട്ട് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട്, വനുഖിറു ഫിൽ അർഹാമി, ഈ 4 ഘട്ടത്തെയും അല്ലാഹു എന്ത് ചെയ്യുന്നു? എവിടെ താമസിപ്പിക്കുന്നു? ഗർഭാശയങ്ങളിൽ താമസിപ്പിക്കുന്നു. എന്നിട്ട് മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, ഒരുപാട് ബീജഗണങ്ങളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന ബീജത്തെ എന്ത് ചെയ്യുന്നു? അള്ളാഹു ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ അള്ളാഹു താമസിപ്പിക്കുന്നു എന്നർത്ഥം. സുമ്മ, എന്നിട്ടോ നുഖ്രിജുക്കും തിഫ്ല, പിന്നൊരു ശിശുവായി, കുട്ടിയായി ആ കുട്ടിയെ പുറത്തു വരുന്നു. മിൻ തുറാബിൽ നിന്ന് തുടങ്ങി തിഫിലിലേക്ക് വരെ എത്തി. കണ്ടോ? തിഫിലിൽ വരെ എത്തി. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ ആരംഭം തൊട്ട് ഓരോ ഘട്ടങ്ങൾ പറഞ്ഞു. അതിന് രൂപം കൊടുത്തത് പറഞ്ഞു. അത് കൃത്യമായ ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ ഗർഭാശയത്തിൽ താമസിക്കുന്നത് പറഞ്ഞു. അതിനുശേഷം എന്ത് പറഞ്ഞു? തിഫിലായി പുറത്തു വരുന്നു, ഒരു കുട്ടിയായി പുറത്തു വരുന്നു. അതോടുകൂടി നിർത്തിയോ? ഇല്ല. പിന്നെയും പറയാണ് സുമ്മലിതബ്ലുഹു, എന്നിട്ട് നിങ്ങൾ എത്തുന്നത് വരെ, അല്ലെങ്കിൽ എത്തുവാൻ വേണ്ടി, അശുദ്ധക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർണ്ണമായ ശക്തി ആർജിക്കുന്നത് വരെ, യുവാവാകുന്നു. ആ തിഫിലിൽ നിന്ന്, തിഫില് പൂർണ്ണമായ ശക്തി കിട്ടുമോ? ഇല്ല. ആ തിഫിലിൽ നിന്ന് ഘട്ടം ഘട്ടമായി അള്ളാഹു വളർത്തി നിങ്ങൾ എവിടെ എത്തി? അശുദ്ധക്കും എന്ന അവസ്ഥയിൽ നിങ്ങളെത്തി, നല്ല യുവത്വത്തിന്റെ കാലഘട്ടത്തിലെത്തി. വമിൻകും, എന്നിട്ട് ആ സമയത്ത് അതിൽ നിന്ന് മയ്യുതവഫ, ചിലരെന്ത് ചെയ്യുന്നു? മരിച്ചു പോകുന്നു. അതേപോലെ തന്നെ വമിൻകും, ചിലരെ അള്ളാഹു എന്ത് ചെയ്യുന്നു? മയ്യുറദ്ദു, നീട്ടിക്കൊടുക്കുന്നു. ഏതുവരെ? ഇലാ അർദലിൽ ഉമുരി, പ്രായത്തിന്റെ അങ്ങേ അറ്റം വരെ. അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ
വാർദ്ധക്യാവസ്ഥയിലേക്ക് അതുവരെ അള്ളാഹു നീട്ടിക്കൊടുക്കും. ഇപ്പോൾ എവിടെത്തി? ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെതു ഈ ഒരൊറ്റ ആയത്തിൽ പറഞ്ഞു. 7ഓളം കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയണെന്ത്? നിങ്ങൾ അറിവുണ്ടാവാൻ, നിങ്ങൾക്ക് അറിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെയോ പിന്നെ അള്ള ഒന്നും കൂടി കാണിച്ചു കൊടുക്കാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾക്ക് ശേഷം വീണ്ടും അള്ള പറയാ വത്തറല്ലർലഹാമിദാ. എന്താ? ഭൂമിയെ നാം വരണ്ടതാക്കി, ഉണങ്ങിയതാക്കി. പിന്നെയോ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ, പിന്നെ നാം വെള്ളം ഇറക്കി. എന്നിട്ടോ ഇഹ്തസ്സത്ത്, അത് ഇളകുന്നു. അതേപോലെ തന്നെ വറബത്ത്, അത് ചീർക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പൊന്തി വരുന്നു. വ അംബത്തത്ത്, ആ ഭൂമിയിൽ നിന്ന് അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്നു, മുളപ്പിക്കുന്നു. മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകമുള്ള എല്ലാ ഇണകളെയും. അതാണ് അള്ള പറഞ്ഞത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ വളരെ വ്യക്തമായി ഈ ഒരൊറ്റ ആയത്തിലൂടെ ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹു എന്ത് ചെയ്തു? എടുത്തു പറഞ്ഞു. എന്നിട്ട് അള്ള പറയാണ് തുടക്കം എന്തില്ല? എന്തിനാ തുടങ്ങിയത്? ഇത് പറയാൻ കാരണം എന്താ? ആ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നിഷേധത്തെ തള്ളിക്കളയേണ്ടി വരും. കാരണം എന്താ? നിങ്ങളുടെ ജനനത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, നിങ്ങളുടെ രൂപപ്പെടുത്തൽ, നിങ്ങളുടെ ശക്തി പ്രാപിക്കൽ, അതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു പോകുന്നവർ, വാർദ്ധക്യാവസ്ഥ വരെ എത്തുന്നവർ, ഇതൊക്കെ പറഞ്ഞിട്ട് അള്ള പറയണം എന്ത്? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും. അത് എളുപ്പമാണ്. കാരണം ഒന്നുമില്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കുകയും ആ സൃഷ്ടിച്ച് പൂർണ്ണമായ രൂപം നൽകിയതിന് ശേഷം വീണ്ടും അയാൾ മരിച്ച് പിന്നെ അയാളെ ജീവിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, അല്ലേ? ഇപ്പം നമ്മളൊരു മൊബൈൽ ഉണ്ടാക്കി, രണ്ടാമത്തെ ഒരു മൊബൈൽ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യത്തെ മൊബൈൽ ഉണ്ടാക്കി അത്ര പ്രയാസം കൂടി ഉണ്ടാവില്ല. ആദ്യത്തെ മൊബൈൽ ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. രണ്ടാമത്തെ മൊബൈൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും നമുക്ക്. കാരണം എന്താ? ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതേപോലെ ഒന്നുമില്ലാത്തതിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എനിക്കെന്തല്ല ഒരു പ്രയാസവും ഇല്ല. അതിന് അള്ളാഹു ഈ ആയത്തിൽ തന്നെ ഇതൊക്കെ വിശദീകരിച്ചിട്ട് അവസാനം പറയാണ്, നിങ്ങളൊന്നുമില്ലാത്ത തുറാബിൽ നിന്ന് നിങ്ങളെ ഞാൻ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? സൃഷ്ടിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ള ഒന്നും കൂടി എടുത്ത് പറയാണ് വതറല്ലർലഹാമിദാ. എന്താ? ഭൂമിയിലേക്ക് നോക്കി നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ പറ്റും. കാരണം എന്താ? മഴയൊന്നുമില്ലാതെ, വെള്ളമില്ലാതെ, വരണ്ട ഭൂമി, ഉണങ്ങിയ ഭൂമി, ഒന്ന് ആകാശത്ത് നിന്ന് വെള്ളം ഒന്ന് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അതാകെ വീർത്ത് ചീർത്ത് പൊന്തി വന്നു. അതിൽ നിന്ന് ഈ ചെറിയ ചെറിയ വിത്തുകൾ, ചെറിയ ചെറിയ മരങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. വനുഖ്രിജുക്കും, അതിൽ നിന്നുള്ള പുറത്തു കൊണ്ടുവന്നു. ആ പുറത്തു കൊണ്ടുവരൽ, അതായത് ഉണങ്ങിപ്പോയ ഒന്നുമല്ലാത്ത ഭൂമിയെ അള്ളാഹു വീണ്ടും ജീവിപ്പിച്ചത് എന്താണ്? അത് നിങ്ങൾക്ക് ആ റൈബിലുള്ള അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിനെ, അല്ലെങ്കിൽ പുനരുദ്ധാന നാളിനെ, അതല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഇതിലെന്തുണ്ട്? വലിയ ഗുണപാഠമുണ്ട് എന്നാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? നിഷേധികൾക്ക് വേണ്ടി ഒന്നും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൂറത്തു ഹജ്ജിൻ്റെ ഈ 5-ാമത്തെ ആയത്തിലൂടെ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്ത ആയത്തുകളിൽ എന്ത് ചെയ്യുന്നത്? അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഈ 5-ാമത്തെ ആയത്ത് പറഞ്ഞതിന് ശേഷം പറയാം ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്. അള്ളാഹു പറയാണ് ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ് വ അന്നഹു യുഹീ അൽ മൗത വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദാലിക, തീർച്ചയായിട്ടും അത്, ബി അന്നല്ലാഹ, അല്ലാഹുവാണ്, ഹുവ, അവൻ തന്നെയാണ്, അൽ ഹഖ്, സ്ഥിരമായിട്ടുള്ളവൻ, അല്ലെങ്കിൽ സത്യമായിട്ടുള്ളവൻ, യാഥാർത്ഥ്യമായിട്ടുള്ളവൻ, വ അന്നഹു, നിശ്ചയമായിട്ടും അവനാണ്, യുഹീ, ജീവിപ്പിക്കുന്നവൻ, അൽ മൗത, മരണപ്പെട്ടവരെ, വ അന്നഹു, നിശ്ചയമായിട്ടും അവൻ തന്നെയാണ്, അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനും. ഇപ്പം എന്താ പറഞ്ഞ്? ഇതൊക്കെ പറഞ്ഞിട്ട് അള്ള പറയാണ് അള്ളയാണ്
യാഥാർത്ഥ്യം പറയുന്നവൻ, അള്ള പറഞ്ഞതാണ് സത്യം, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരണപ്പെട്ടവരെ വീണ്ടും ജീവിപ്പിക്കുന്നവൻ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, ഖദീറാണ്. പിന്നെയോ പിന്നെ അല്ലാഹ് പറയണത് വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. അതാണ് 7-ാമത്തെ ആയത്ത്. എന്താ പറഞ്ഞേ? ഇതിന്റെ തുടർച്ചയാണ്. അതായത് ഈ ആയത്തിലൂടെ എന്താ പറയുന്നത്? വഅന്ന സാഅത, അന്ത്യസമയം വരിക തന്നെ ചെയ്യും, ആതിയത്തുൻ, അത് വരിക തന്നെ ചെയ്യും, ലാ റൈബ ഫീഹാ, അതിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, വഅന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. കണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു സംശയവും വേണ്ട. ഒന്നുമില്ലാത്ത വസ്തുവിൽ നിന്ന് നിങ്ങളെ ഘട്ടം ഘട്ടമായി ഓരോ പടിപടിയായി അവൻ നിങ്ങളെന്ത് ചെയ്തു? വളർത്തി ഉണ്ടാക്കി. എന്നിട്ടോ ഏതുപോലെ ഒന്നുമില്ലാത്ത ഭൂമിയിൽ, വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ ആകാശത്ത് നിന്ന് വെള്ളമിറങ്ങിയപ്പോൾ അതിൽ നിന്ന് ചെടികളും കായ്കനികളും എല്ലാ ഇണകളും എന്ത് ചെയ്തു? റബത്തസ്, മുളച്ചു വന്നു, പൊന്തി വന്നു. ഇങ്ങനെ മരിച്ചുപോയ ആളുകളെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം നിങ്ങൾക്കതിൽ വേണ്ട എന്ന് കൃത്യമായി അള്ളാഹു എന്ത് ചെയ്യാണ്? ഈ ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്. ഇവിടെ തന്നെ എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, ഇന്നല്ലാഹ ഹുവൽ ഹഖ്. എന്താ പറഞ്ഞേ? മറ്റുള്ളതെല്ലാം അസ്ഥിരമാണ്, സ്ഥിരമായിട്ടുള്ളത് എന്താ? അള്ളാഹു മാത്രമാണ്. അതേപോലെ തന്നെ പിന്നൊന്ന് പറഞ്ഞെന്താ? വഅന്നഹു യുഹീൽ മൗത, മാതൃകയില്ലാത്ത ഈ ഒരുപാട് കാര്യങ്ങളെ, വസ്തുക്കളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് ആര്? സൃഷ്ടാവായ അള്ളാഹു. എന്നിട്ട് ആ അള്ളാഹു നിങ്ങൾക്ക് രൂപകൽപ്പന നൽകിയില്ലേ? എന്തെങ്കിലും ഒരു മാതൃക ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഒന്നുമില്ലാത്തതിൽ നിന്ന് കൃത്യമായ മുഖല്ലഖത്ത്, സൃഷ്ടിപ്പ് നൽകിയ, രൂപം നൽകിയ ആ മനുഷ്യന്റെ കൃത്യമായ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളുടെ സൃഷ്ടിപ്പിന്റെ വൈഭവം കണ്ടെത്തിയാൽ തന്നെ സൃഷ്ടാവിന്റെ കഴിവിനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ചെവി ആനന്റെ ചെവിന്റെ മാതിരി ഇങ്ങനെ വലിയൊരു ചെവിയാണെങ്കിൽ എന്തായിരിക്കും നമ്മളൊക്കെ അവസ്ഥ? മൂക്ക്, ഈ മൂക്ക് ഇങ്ങനെ വളർന്നിങ്ങനെ വലുതായി താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിരുന്നുവെങ്കിൽ, ആനയുടെ തുമ്പിക്കൈ മാറിയാണെങ്കിൽ നമ്മളെ രൂപം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതുകൊണ്ട് ഓരോന്നിനും കൃത്യമായി, ഇല്ലേ? നഖങ്ങൾ വരെ കൃത്യമായ അളവിൽ, കൃത്യമായ നിശ്ചിതമായ ഒരു മുസമ്മയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിർണയിക്കപ്പെട്ട ഒരു അവധിയിൽ അത് നിശ്ചയിച്ച് രൂപകൽപ്പന നടത്തി, ഒന്നുമില്ലാത്ത മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവന് രണ്ടാമതൊന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അതാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, കുൻ ഫയകൂൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. എന്ത്? ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ മതി, അതെന്ത് ചെയ്യും? ഉണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞു, മരണത്തിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുന്നവൻ. നമ്മളൊക്കെ എന്നും അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താ അത്? അൽഹംദുലില്ലാഹി ഇല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലേ? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനെയുള്ള റബ്ബ്? അഹ്യാനാ ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഉണ്ടോ? ആദ്യം നമ്മളെ മരിപ്പിച്ചു, ഉറങ്ങി നമ്മൾ, ഇല്ലേ? ഉറക്കെന്താണ്? ഒരു മരണമാണെന്നാ, ചെറിയൊരു മരണമാണ് എന്ത്? ഉറക്കം. അതിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരവിടെ പിടിച്ചേക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വിട്ടുകൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് വീണ്ടും ജീവിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ ഉണരുന്നതേ അതുകൊണ്ടാ. അതിനാണ് അള്ളാഹിനോട് സ്തുതിക്കണത്, ഇല്ലേ? നമ്മളുണ്ടോ അത് ചൊല്ലണ്? ഉണ്ടോ? ചൊല്ലണം. എന്ത്? അൽഹംദുലില്ലാഹി ഇല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. പടച്ചോനെ, മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച നിനക്കാണ് റബ്ബേ
സർവസ്തുതിയുന്ന ഒരു മുഅ്മിനായ വിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത് റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ആ മരണത്തിന് ശേഷം വീണ്ടും ജീവിപ്പിച്ചവൻ, ഇങ്ങനെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എന്താണ്? വഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്ത്? ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ച റബ്ബ്. അതുകൊണ്ട് തന്നെ വഇന്ന സഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അന്ത്യഘട്ടം സംഭവിക്കുക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും, അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട എന്നു മാത്രല്ല, പിന്നെ ഒന്നും കൂടെ പറഞ്ഞു, മരണപ്പെട്ട് മൺമറഞ്ഞു പോയ മണ്ണായി ചേർന്ന ആളുകൾ, കത്തിച്ചാമ്പലായി പോയവരും എല്ലാവരും വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, അവരെ അള്ളാഹു ഖബറുകളിൽ നിന്ന് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് അല്ലേ? കാഹളത്തിൽ ഒന്നാമത്തെ ഊത്ത് എന്ത് ചെയ്യും? ലോകം മുഴുവനും നശിക്കും. രണ്ടാമത്തെ ഊത്ത് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തു വരുന്നത് ഞാനായിരിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്ന വ്യക്തി പ്രവാചകനാണ്. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പ്രവാചകനാണ്, മുഹമ്മദ് നബിയാണ് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വഅന്ന സഅത ആതിയത്തുൻ, നിങ്ങൾ എന്ത് ചെയ്യണ്ട? അന്ത്യദിനത്തെക്കുറിച്ച് ഒരു സംശയം വേണ്ട. അന്ത്യദിനം സംഭവിക്കുക തന്നെ ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുണ്ടാവുക തന്നെ ചെയ്യും. അന്ന് എല്ലാവരും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേറ്റ് വരും. വീണ്ടും അള്ളാഹു ആദ്യത്തെ രൂപത്തിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് കൃത്യമായിട്ട് ഈ സൂറത്തിലൂടെ, ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അന്ത്യദിനത്തെ നിഷേധിക്കുന്ന, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന, ഈ ജീവിതത്തിൻ്റെ അപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ടെന്ന് പറയുന്നതിനെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് അള്ളാഹു ഈ സൂറത്തിലെ ഈ 3-4 ആയത്തുകളിൽ എന്ത് ചെയ്യുന്നത്? കൃത്യമായി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അത്തരം വിഷയങ്ങളിലൊന്നും ഒരു സംശയം നമുക്കുണ്ടാവേണ്ടതില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും, മണ്ണായി പോയാൽ പിന്നെ എങ്ങനെ ഇപ്പോൾ എഴുന്നേറ്റ് വരാൻ. ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട എന്നാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു വിശ്വാസികളെ മാത്രമല്ല പഠിപ്പിക്കുന്നത്, പിന്നെ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്? ഈ ആയത്ത് തുടങ്ങുന്നതും ഈ സൂറത്ത് തുടങ്ങുന്നതും. അത് രണ്ടും പ്രത്യേകത ഉള്ള. യാ അയ്യുൽ മുഅ്മിനൂൻ, വിശ്വാസികളെ, സത്യവിശ്വാസികളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട്, മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് ഇതാണ് കൃത്യമായിട്ട് അള്ളാഹു പുനരുദ്ധാന ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ ഉദാഹരണങ്ങളിലൂടെ ഈ നിഷേധികളായ ആളുകളെ ബോധ്യപ്പെടുത്തി തരികയാണ്. അതിലുള്ള പാഠങ്ങൾ മനസ്സിലാക്കി കൃത്യമായി പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. കഴിവിൻ്റെ പരമാവധി വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.